രണ്ടാ കോഴികൾ. കോഴികളാണ്. ഇതിൻ്റെ ഉടമസ്ഥനാണ് ഈ നിൽക്കുന്നത്. മനോഹരൻ പിള്ള എന്ന് പറയും. പുള്ളിക്കാരൻ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നു. കോഴി ഫാമുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. ചേട്ടാ, ഇത് എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? 2009 50 കോഴിയെ വാങ്ങി ഗവൺമെൻറ് ആശുപത്രി ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിനിങ് എടുത്തിട്ട് 50 കോഴിയെ വാങ്ങി 2009 തുടങ്ങി സംരംഭമാണ്. ഈ കോവിഡിന് മുമ്പൊക്കെ 15,000-20,000 കോഴിയൊക്കെ ഒരു സമയത്ത് വളർത്തുമായിരുന്നു. ഇപ്പം ഇച്ചിരി കുറച്ച്. പഴയതുപോലെ എവിടുന്നായി കോഴിയെ ഇറക്കുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വെങ്കടേശ്വര ആശുപത്രിയുടെ കോഴിയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ് വെങ്കടേശ്വര ആശുപത്രിയുടെ കോഴിയാണ്. പിന്നെ എത്ര കോഴികൾ കാണും ഇപ്പോൾ ഇതിനകത്ത്? ഇത് 3000 കുഞ്ഞുങ്ങൾ. 3000 കുഞ്ഞുങ്ങൾ. ഇത് എങ്ങനെയാണ് വിൽക്കുന്നത്? എങ്ങനെയാണ്? നമുക്ക് പിന്നെ ഒരു ദിവസമായ കുഞ്ഞുങ്ങൾ ചില സമയത്ത് അവർ ചെത്തി ഇവിടെ തന്നെ കൊണ്ടുത്തരും. കൂടുതൽ എടുക്കുമെന്ന് ഇവിടെ കൊണ്ടുത്തരും. അത് റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സൽ വരും. നമ്മളിപ്പോൾ എടുക്കണം. എടുത്തതിന് ശേഷം എനിക്ക് നന്ന് വരുന്ന ആ വരുന്ന സമയത്ത് പിന്നെ 2-3 ദിവസത്തേക്കുള്ള ഗ്ലൂക്കോസും ഒക്കെ ആദ്യം കൊടുക്കും. അതിനുശേഷം 2-3 ദിവസം ചെറിയൊരു ആൻറ്റിബയോട്ടിക് കൊടുക്കും. അത് പനിയൊക്കെ ഉണ്ടാകും. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. തുടക്കത്തിലൊരു 4-5 ദിവസത്തേക്ക് പിന്നെ ചെറിയൊരു ലൈറ്റായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം ഡെസോട്ട വാക്സിന്. ഡെസോട്ട ഒരു കണ്ണിലും ഒരു മൂക്കിലും. പിന്നെ 14ാമത്തെ ദിവസം IBD, 28ാമത്തെ ദിവസം IBD സെക്കൻഡ് ഡോസ്, പിന്നെ 42ാമത്തെ ദിവസം വിരമരുന്ന്, പിന്നെ 45ാമത്തെ ദിവസം RTB. ഇത്ര എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫാമിൽ നിന്ന് കോഴിയൊക്കെ വിതരണം ചെയ്യുന്നത്. ഇത് കൊച്ചേട്ടൻ എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസ്സിന് പോയിട്ടുണ്ട് കോഴിയെ വളർത്തുന്നതിൻ്റെ? ഗവൺമെൻറ് ആക്ച്വലി ഇതൊക്കെ പഠിച്ചത്. ആക്ച്വലി 2009 ഞാൻ പഠിച്ചതാണ്. കൊച്ചേട്ടന് കൂൺ കൃഷിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാ കൂൺ കൃഷിയുണ്ട്? ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞു. നേരത്തെ ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം ഇച്ചിരി ജോലി തിരക്ക് കാരണം പിന്നെ എല്ലാ കൂൺ കൃഷിയുടെ എല്ലാ സംവിധാനമുണ്ട്. വിത്തുൽപാദനവും. അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. നേരത്തെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. സർവീസിലും ഞാൻ പിന്നെ കാലിന് പഠിക്കൊണ്ട് സർവീസിൽ നിന്ന് പോകുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം ഈ പലചരക്കടയൊക്കെ നടത്തി അതിനകത്തൊക്കെ കിട്ടിയ പെൻഷൻ കിട്ടിയ പൈസ എല്ലാം കിട്ടും. അതെല്ലാം പലരുടെ കയ്യിലായിപ്പോയി. ഇതിൽ നിന്ന് ലാഭം കിട്ടാറുണ്ടോ? ഇത് കുഴപ്പമൊന്നുമില്ല. ഇതൊരു നല്ല സംരംഭമാണ്. ഇത് പിന്നെ ഇപ്പം നമ്മൾ എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നിൽക്കാതെ അന്നത്തെ വീടുകളിൽ ഒരു 5 കോഴിയോ 10 കോഴിയോ വളർത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു പ്രോട്ടീനുള്ള സംഭവമല്ലേ മുട്ടയെന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വിൽക്കുന്നത്? ഓൺലൈനായിട്ടാണോ? 2 രീതിയിലും ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ ചെയ്യും, ആൾക്കാർ ഇവിടെ നേരിട്ട് മേടിക്കും. പിന്നെ തുടക്കത്തിലൊക്കെ ഞാൻ ഈ വേണാട് പോൾട്രി, കൊട്ടാരക്കര വേണാട് പോൾട്രിക്ക് വേണ്ടിയിട്ട് 2-3 വർഷം ഞാൻ തന്നെ കോഴി വളർത്തിയവർ കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഭാരതീയ സേവാ സമാജ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയുണ്ട് തിരുവനന്തപുരത്ത്. അവർക്കൊക്കെ ഞാൻ വളർത്തുന്ന കോഴി അവർ കേരളം മുഴുവൻ അവർ കൂടും കോഴിയും കൂടി സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പോൾ തന്നെ പിന്നെ വേറെ ആരെങ്കിലും സഹായത്തിന് കൂടുതൽ വളർത്തുമ്പോൾ ജോലിക്ക് ആൾക്കാരെയൊക്കെ വെക്കും, ബംഗാളികളെയൊക്കെ വെക്കും. ഇപ്പോൾ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ എത്ര കോഴികൾ കാണും? 3000 കോഴിയുണ്ട്. വലിയ 5 കൂടി ഇരിക്കുകയൊന്നും വേണ്ട. രാവിലെ 1 മണിക്കൂർ ജോലി. എങ്ങനെ ഭക്ഷണമൊക്കെ വെള്ളമൊക്കെ? വെള്ളവും ഭക്ഷണമൊക്കെ ഇതിനകത്ത് പിന്നെ ഓട്ടോമാറ്റിക് ചെയ്ത സംവിധാനമാണ്. ഈ പാത്രത്തിനകത്ത് ഇവിടെ വെള്ളത്തിൻ്റെ 3 സിസ്റ്റമുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ്. ഇതിനകത്ത് നിന്ന് ടാങ്കിലെ വെള്ളം മരുന്നൊക്കെ ചേർത്ത് തോണിക്കൊക്കെ അതിനകത്ത് കളിക്കാൻ മതി. ഇതിനകത്ത് കുടിച്ചുകൊണ്ടിരിക്കാം. ഇതുകൊണ്ട് പിന്നെ ഇത് തീറ്റ കൊടുക്കുന്നതോ? ഇതൊക്കെ തീറ്റ കൊടുക്കുന്നത്. ഇടേണ്ടത് ഇതിപ്പോൾ തന്നെ കഴിക്കില്ല. ഇതാണെങ്കിൽ വെള്ളത്തിൻ്റെ വേറെ സംവിധാനമാണ്. ഈ നിർബന്ധ ഡ്രിങ്കറിന് പറയും. ഒരിക്കൽ ഇതിനകത്തുനിന്നും വെള്ളം കുടിക്കാം. നിബിള. അപ്പം 2-3 സിസ്റ്റമുണ്ട്. അല്ലാതെ മാനുവൽ ഡ്രിങ്കറും ഉണ്ട്. അതിനകത്ത് ഈ പാത്രത്തിനകത്ത് നിറച്ച് നോക്കും. ഈ മരുന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത്ര ഒരു ടാങ്കിലെ വെള്ളത്തിനകത്ത് മരുന്നിന് ചിലപ്പോൾ എല്ലാത്തിനും ഒരുപാട്. മുട്ടക്കോഴികളുണ്ടോ? മുട്ടക്കോഴികൾ അപ്പുറത്തുണ്ട്. കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മൾ എല്ലാം തമിഴ്നാട്ടിനും മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ നമ്മുടേതായിട്ട് പിന്നെ അവനവൻ്റെ വീട്ടുവളപ്പിലൊക്കെ ഇതിനെ വളർത്താൻ പറ്റും. ഇതിന് പറയുമ്പോൾ 4 മാസത്തിൽ ഇത് മുട്ടയിടാൻ തുടങ്ങും. ഇത് 4 മാസം എന്ന് പറയുമ്പം 4 മാസത്തിൽ തുടങ്ങി എത്ര മാസമായ കുഞ്ഞുങ്ങളാണ്? 2 മാസമായ കുഞ്ഞുങ്ങളാണ്. പിന്നെ 4 മാസത്തിൽ മുട്ടയിടാൻ തുടങ്ങി 1.5 വർഷത്തോളം ഇത് വലിയ കുഴപ്പമില്ലാതെ മുട്ടയിട്ടുകൊണ്ടിരിക്കും. ദിവസം മുട്ടയിടും.
ആ. അതായത് 100 കോഴി ഉണ്ടെങ്കിൽ 80% 90% മൊത്തം ഉറപ്പായിട്ട് കിട്ടും. ഈ ഫാമുകാരൊക്കെ വന്ന് കൊച്ചേൻ്റെ കയ്യിൽ നിന്ന് കോഴിയെ വാങ്ങി പോകുന്നുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കും. കൊടുക്കാറുണ്ട്. 100 കോഴി വളർത്തിയാൽ നമുക്ക് 80 മുട്ട 90 മുട്ട ദിവസവും കിട്ടും. ആ അടയൊന്നും ഇരിക്കുന്ന കോഴിയല്ല ഇത്. ആ പിന്നെ ഇതിൻ്റെ ആളുകൾക്ക് കൊടുക്കുമ്പോൾ പൂവൻ വേണ്ടവർക്ക് കൊടുക്കും. ആ പൂവനും പെടയും കൂടാണ് ഈ കിടക്കുന്നത്. വൈറ്റ് കളറുള്ള പൂവനായിരുന്നു. ആ അത് എനിക്ക് ഓർഡറുണ്ട്. അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് വളർത്തുന്നതാണ്. ഈ 2 കളർ ഇതിൻ്റെ പൂവാണ്. ആ ഇത് ആവശ്യക്കാർക്ക് ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് 100 കട തന്നെയായിരിക്കും. ആ പൂവിന് ആളുകൾക്ക് അങ്ങനെ കൊടുക്കത്തില്ല. ചിലപ്പോൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 3 മാസം കഴിഞ്ഞ് ഇത് മുട്ടയിടും. ആ ഇതിന് ഇത് വിൽക്കുവാണെങ്കിൽ എന്തുവാ കൊച്ചേട്ടൻ ചെയ്യുന്നത്? ഓൺലൈനായിട്ട് വിളിച്ച് വന്ന് മേടിക്കുവാണോ അതോ അല്ലാതെ ബുക്ക് ചെയ്ത് കൂട് കൊടുക്കുമോ? കോഴിക്കൂട് കൊടുത്തുവിടും. പിന്നെ ഓട്ടോയിൽ കൊടുത്തുവിടും. ആ പിന്നെ അല്ലാതെ ഞാൻ തന്നെ ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പോകാനുള്ള സൗകര്യങ്ങളില്ല. മറ്റ് പച്ചക്കറി കൃഷികൾ എന്തൊക്കെയാണ്? വാഴയുണ്ട്. 10,500 വാഴയുണ്ട്. ആ പിന്നെ മിക്കവാറും ഞാൻ തന്നെ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഈ പുല്ല് വെട്ടുന്ന മെഷീന്, ചെറിയ മിനി ഡ്രില്ലറുണ്ട്. പിന്നെ കിടയ്ക്കാനും വാഴയുടെ ഇട കിടയ്ക്കാനും കപ്പയുടെ ഇട കിടയ്ക്കാനും വാഴയുണ്ട്. പിന്നെ ഊൺ കൃഷി പഠിപ്പിച്ചു കൊടുക്കുമെന്ന് കേട്ടു. ഇപ്പോഴൊന്നും ചെയ്യാൻ സമയമില്ല. നേരത്തെ ചെയ്യുമായിരുന്നു. ആ പിന്നെ വാഴയുണ്ട്, കപ്പയുണ്ട്, പിന്നെ മീൻകുളമുണ്ട്, മീൻ വളർത്തുന്ന സംവിധാനമുണ്ട്. ഒരുപാട് പല പദ്ധതികളുണ്ട്. ഇത് എത്ര വർഷമായി കോഴി ഫാം തുടങ്ങിയിട്ട്? ഈ 2009 തുടങ്ങി. 26 വർഷമായി. ആ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകത്തില്ല. വീട്ടിൽ കുത്തിയിരുന്ന് അല്ലെ ബോറടിക്കാതോ അല്ലെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷുഗറും പ്രഷറും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇതാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കൊച്ചേട്ടന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 70 വയസ്സുണ്ട്. ഇതിൻ്റെ കൂടെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സമയം ഒന്നും അറിയത്തില്ല, ടെൻഷനില്ല. നമുക്ക് 2-3 കാര്യങ്ങളുണ്ട് ഇത് ചെയ്യാൻ കാര്യം. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതുപോലെ? വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് അവർക്ക് ഇതൊരു ആദായമാണ്. ഒരു സാധാരണ വീട്ടമ്മമാർക്ക് 5 പൈസ വരുമാനം ഇല്ലാതെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഇത് ഒരു 50 കോഴിയോ 25 കോഴിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ അവരുടെ ഒരു വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ. ആ കോഴിയുണ്ട്, കോഴിമുട്ട കൊടുക്കാം. അതുകൂടാതെ കോഴി വളം കൃഷിക്ക് 50 കോഴി വളർത്തിയത് ഏതാണ്ട് ഒരു 150 രൂപ ഡെയിലി കിട്ടും. ഒരു കോഴിന് പാല് ചിലവും കഴിഞ്ഞ് മിക്കവാറും 3 രൂപ 4 രൂപ നമുക്ക് പിന്നെ ചിലവ് കഴിഞ്ഞ് കിട്ടും. 100 കോഴി വളർത്തുന്ന ഒരാളിന് 400 രൂപ. തീറ്റയൊക്കെ എങ്ങനെയാണ് 100 കോഴി വളർത്തുന്ന ഒരാളിന് 400 രൂപ ഡെയിലി കിട്ടും. ഒരു മാസം എന്ന് പറഞ്ഞാൽ 12,000 രൂപ വരുമാനമാണ്. 12,000 രൂപയ്ക്ക് നമ്മൾ എവിടെയും പോകണ്ട. വീട്ടിലിരുന്ന് മറ്റ് ജോലികളും നടക്കും. അതിൻ്റെ കൂടെ ഇതിന് തീറ്റും വെള്ളം കൊടുക്കുന്നത്. ഇതേപ്പറ്റി ചോദിക്കുന്നത് ഇതിൻ്റെ തീറ്റി എങ്ങനെയാ എവിടുന്ന എടുത്തോണ്ട് വരുന്നത്? ഇതിൻ്റെ തീറ്റിക്രമം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഏതാണ്ട് 2 മാസം വരെ ലെയർ സ്റ്റാർട്ടർ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. അതിനെന്ന് പറയുമ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളായിരിക്കും. നമുക്ക് വരുന്ന ഒരു ദിവസമായ കുഞ്ഞുങ്ങളെ വരുന്നത്. ആദ്യത്തെ ദിവസം ഒരു കൊഴിച്ച് 10 ഗ്രാം തീറ്റി വേണം. പിന്നെ അത് 11 ഗ്രാം 12 ഗ്രാം 13 ഗ്രാം ഡെയിലി 1 ഗ്രാം വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. വളരുന്നതനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 50 ദിവസമായ ഒരു കോഴിക്ക് 50 ഗ്രാം തീറ്റി വേണം. 60 ദിവസമായി 60, 70 ദിവസമായി 70. പിന്നെ മുട്ടയിടാറായ ഒരു കോഴിക്ക് സ്ഥിരം 120 ഗ്രാം തീറ്റി വേണം. അത് ഇവിടെ കൂടുതൽ വേണ്ടത് കൊണ്ട് ഇവിടേക്ക് തീറ്റയൊക്കെ ഞാൻ മിക്കവാറും കൂടുതൽ ഹോൾസെയിൽ നിന്നൊക്കെ എടുക്കും. അവർ തന്നെ വണ്ടിയിലെടുക്കും. ഫാമുകാരെല്ലാം വന്ന് എടുക്കാറുണ്ടോ കോഴികൾ? ഫാമുകാർക്ക് തീറ്റയായിട്ട് കൊടുക്കാറില്ല, കോഴിയെ വന്ന് എടുക്കാറുണ്ട്. വീട്ടിലെ ആവശ്യത്തിന് വളർത്തുന്നവര്, ഫാമിൽ വളർത്തുന്നവര്, കൂടി കൂടി സപ്ലൈ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്നു. ഇത് ഒരു നല്ലൊരു സംരംഭമാണ്. ഇത് കാര്യം നമ്മുടെ സമയം വെറുതെ കുട്ടി നേരം വെളുത്ത് ഇങ്ങനെ നടക്കുന്ന കാണും. അതിനെക്കാട്ടി ആ സമയം കൊണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നടപ്പുമാവും, നമുക്കൊരു വരുമാനമാവും. നമ്മുടെ കൂടെ നമ്മുടെ നാട്ടിലുള്ളവർക്കും ഇത് വാങ്ങിച്ചുകൊണ്ട് വളർത്തുന്നവർക്കെല്ലാം ഇതിനകത്ത് 2 ഗുണമുണ്ട്. മുട്ട വലിയ പ്രോട്ടീനുള്ള മുട്ട, അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ ഇതിൻ്റെ വളമെന്ന് പറയുമ്പോൾ അത് ഭയങ്കരമാണ്. അതെൻ്റെ കൃഷിയൊക്കെ കണ്ടെത്തുന്ന അറിയാം. ഭയങ്കര പവറുള്ള വളമാണ്. ഈ രാസവളം ഇത്ര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രാസവളത്തിന് ഇതിൻ്റെ വളത്തിനകത്ത് എല്ലാ സംഭവവും ഉണ്ട്. കോഴിവളം വിൽക്കാറുണ്ടോ? കോഴിവളം ആൾക്കാർ ഇവിടെ കർഷകരൊക്കെ കൊണ്ടുപോകും. ഒരു ചാക്ക് 100 രൂപ കൊടുക്കും. അടുത്തൊക്കെ ഉള്ളവരൊക്കെ കൊണ്ടുപോയിട്ട് കൃഷിയൊക്കെ ചെയ്യും. ഒരു കോഴിക്ക് എത്ര രൂപ വെച്ചാൽ വിൽക്കുന്നത് കൊടുക്കുമ്പോൾ? ഇപ്പോൾ ഇതിന് 200 രൂപ. 2 മാസമായ കോഴിക്ക് 200 രൂപ, 3 മാസമായ 300, 4 മാസമായ 400, പിന്നെ മറ്റൊരു ആയിക്കഴിഞ്ഞാൽ 500 രൂപ. ആ രീതിയിലേക്ക് ഓരോ 15 ദിവസം കൂടുമ്പോൾ 200, 250. ഇതിൽ നഷ്ടം ഉണ്ടാകാറുണ്ടോ? നഷ്ടം ഉണ്ടാകാറുണ്ട്. നഷ്ടം ചില സമയത്തൊക്കെ ഈ പകർച്ചവ്യാധിക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പട്ടിപ്പനി പോലുള്ള വിഷയങ്ങളുണ്ടായും എല്ലാം കൂടെ അങ്ങ് പോയിക്കളയും. 1-2 ആയിരിക്കത്തില്ല, മുഴുവനും പോയിക്കളയും. അതുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് പൈസ തരാതെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ചീറ്റിങ്ങൊക്കെ ചെയ്യാറുണ്ട്.
ബൾഗായിട്ട് കൊണ്ടുപോകും 1000-2000 കോടി കൊണ്ടുപോയി ചില സമയത്തൊക്കെ ഒരു പൈസ തരാതിരിക്കുകയും പറ്റിച്ചൊക്കെ ചെയ്യാറുണ്ട്. എല്ലാം കൊണ്ട് ഇതിനകത്ത് കഴിഞ്ഞിട്ട് എന്തുവായിരുന്നാലും പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇതിനെ ഈ കോഴികൾക്ക് വന്നിട്ട് ഇതിന് അധികം സ്ഥലം വേണ്ട. പിന്നെ വളർത്തുന്ന ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടാൽ അറിയാം. ഈ ഫാം എത്ര അടി നീളം വലിയ ഒരു ഫാമിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ഇതൊരു 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പകുതി സ്ഥലത്തേക്ക് കിടക്കുന്നുള്ളൂ. 2500-2000 സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പം ഈ 3000 കോഴി കിടക്കുന്നു. ഈ കോഴികൾക്ക് മറ്റ് കോഴികളെ പോലെ സ്ഥലമൊന്നും വലുതായിട്ട് വേണ്ട. ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി ഒരു കോഴിക്ക് വളർത്താൻ വേണ്ടി. പിന്നെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിനകത്ത് കമ്പൊക്കെ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കയറി ഇരിക്കുകയൊക്കെ ചെയ്യും. റെസ്റ്റ് ചെയ്യാനൊക്കെ വൈകുന്ന സമയങ്ങളിലൊക്കെ. കുഞ്ഞു കോഴിയെ കൊണ്ടുവരുമ്പോൾ ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ അതിൻ്റെ എല്ലാ അറേഞ്ച്മെന്റ്സും ദിവസം നമ്മൾ അതായി കാണുന്നത് ലൈറ്റായിട്ട് കാണുന്നത് ഈ സംവിധാനങ്ങളാണ്. ലൈറ്റൊക്കെ ഇട്ട് ആവശ്യമില്ലാത്തപ്പോൾ മേളിലെടുത്ത് വെച്ചിരിക്കും. ഈ കോഴികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ചുറ്റിനും താത്തി വെച്ചിട്ട് ഈ സൈഡിൽ വെച്ചിരിക്കുന്ന തകട് ഇതിൻ്റെ ചുറ്റിനും വെക്കും. ഇതിൻ്റെ ചൂട് കറക്റ്റായിട്ട് കോഴിക്ക് കിട്ടാൻ വേണ്ടി അതിന് ബ്രൂഡർ എന്നാണ് പറയുന്നത്. ഒരു ബ്രൂഡറിനകത്ത് നമ്മൾ 500 കോഴിക്കായിട്ട് ഒരു ബ്രൂഡർ ഇടുന്നു. ആ രീതിയിൽ ഇതിന് 21 ദിവസം ചൂട് കൊടുക്കും. അതിനുശേഷമാണ് പിന്നെ ഇതിന് പുറത്തോട്ട് ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം ഡീബീക്കിങ് ചെയ്യും. ചുണ്ട് കരിക്കും. 10 ദിവസം 15 ദിവസമൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് നിന്ന് ഞാൻ സ്പീഡിലാണ് പറയുന്നത്. ഇല്ല കുഴപ്പമില്ല പറഞ്ഞു. ഇതിനകത്ത് നിന്ന് പിന്നെ പുറത്ത് ബാധിക്കാൻ വേണ്ടി പുറത്ത് ബ്രൂഡറിന് പുറത്ത് വിടുന്നതിന് മുമ്പ് കോഴികളുടെ എല്ലാം ഡീബീക്കിങ് ചെയ്യും. ചുണ്ടുകൾ ഞാൻ കാണിക്കാം മെഷീനൊക്കെ അതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ കാര്യം തമ്മിൽ അടിയൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ കോഴി പോലെ അടിയില്ല. കൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ചാകാറുണ്ട്. കൊത്തു അടിയൊന്നും ഇവിടെ ഉണ്ടാക്കത്തില്ല. കാരണം ഇതിന് കറക്റ്റായിട്ടുള്ള പ്രോട്ടീന് ഈ തീറ്റയുടെ കൂടാതെ പിന്നെ ഇതിന് ടോണിക്ക് കൊടുക്കും. ദിവസവും കൊടുക്കും. ടാങ്കിനൊക്കെ ടോണിക്ക് കലക്കി വെക്കും. അതുകൊണ്ട് അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ മറ്റു തരത്തിലുള്ള പനികളൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ 24 മണിക്കൂറും ഫീഡുണ്ട്. രാത്രിയിൽ ലൈറ്റ് ഇട്ട് കൊടുക്കും. രാത്രിയും പകലും ഫീഡ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തീറ്റയില്ലാതെ വരുമ്പോൾ തമ്മിൽ കുത്തുന്നു, അടിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ചൂര് കളയുന്നൊക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. കോഴി എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ചിരിക്കുക ഇത് സസ്യബുക്കാണ്. ഈ ആടിൻ്റെയും പശുവിൻ്റെയും കിട്ടുന്നത് സസ്യബുക്കല്ല, ഇത് മാംസബുക്കാണ്. ഇതിന് മാംസാഹാരം ആവശ്യമാണ്. അതൊക്കെ കിട്ടാതെ വരുമ്പോഴാണ് ഈ കോഴി ഒരെണ്ണത്തിൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ കുത്തിക്കൊടുത്ത് നാശം ഉണ്ടാക്കുന്നത്. അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി കാൽസ്യം ടോണിക്കുകളും മൾട്ടി വിറ്റാമിനും പിന്നെ ഉണക്കുന്നതിൻ്റെ പൊടി പിന്നെ താറാവിന് കൊടുക്കുന്നവരെ പൊടിക്കട്ട ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ ഈ കൊത്തുവടിയൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ഏറ്റവും ലാഭം ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇപ്പം 1 കിലോ തീറ്റയ്ക്ക് ഏതാണ്ട് പിന്നെ മുട്ടക്കോഴിയുടെ തീറ്റയാണെങ്കിൽ 30 രൂപയിൽ മേലോട്ട് വില വരും. ചെറിയ കുഞ്ഞുങ്ങളുടെ തീറ്റയ്ക്കാണെങ്കിൽ വലിയ വില 40-45 രൂപയാവും. അതായത് ഒരു ചാക്ക് ഹോൾസെയിലായിട്ടാണ് എടുക്കുന്നത്. ഹോൾസെയിൽ ഒരു ചാക്ക് തീറ്റ 50 കിലോ തീറ്റയ്ക്ക് 2500-2400 രൂപ വരും. അത് തന്നെയാണ് ഈ 2 മാസം വരെ കൊടുക്കുന്നത്. പിന്നെ വളരുമ്പോൾ തീറ്റ ലാഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഈ പോച്ച ചെത്തി കൊടുക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇഷ്ടംമാതിരി പോച്ചയാണ്. ഞാൻ പോച്ച നശിപ്പിച്ച് കളയത്തില്ല. ദിവസം പറിച്ച് ഇട്ട് കൊടുക്കും. അരിഞ്ഞു കൊടുക്കും. അരിയേണ്ട ആവശ്യമില്ല. കെട്ടിത്തൂക്കിട്ട് കൊടുത്ത് ഏറ്റവും നല്ലതായിരിക്കും പോച്ച. പിന്നെ വാഴപ്പിണ്ടി ഏറ്റവും നല്ലതാണ്. വാഴപ്പിണ്ടി വാഴയുടെ പിണ്ടിയുടെ മേളത്ത് 1-2 പോള കളഞ്ഞിട്ട് ബാക്കി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊത്തിപ്പറിച്ചിട്ട് തിന്നോളും. പിന്നെ ഈ കോഴിയെ വളർത്തുന്നവർക്ക് വേറൊരു കാര്യമുണ്ട്. 5 കോഴി അത്ര കൂടുതൽ ഇവിടെ ഉണ്ട്. ഞാനത് കാണിക്കാം. 5 കോഴി 10 കോഴി അങ്ങനെ വളർത്തുന്ന കൂടുകളുണ്ട്. അത് നമ്മളെ കൂടിനെ പറ്റി കോഴി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തീറ്റി വെള്ളം മുട്ടയിടുന്ന എല്ലാ സംവിധാനവും അതിനകത്ത് തന്നെ ഉണ്ടാവും. കൊച്ചേട്ടൻ കോഴി കൂടെ കൊടുക്കാറുണ്ടോ? കൂടോടുകൂടി അത് ഞാൻ കാണിക്കാം. 5 കോഴി 10 കോഴി 25 കോഴി ആ രീതിയിൽ അതിനൊന്നും ആവശ്യം അനുസരിച്ച് കൂടുകളും പിന്നെ ചെയ്യിച്ച് കൊടുക്കാറുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരം കോഴികളെ നോക്കുന്നത് കൊച്ചേട്ടൻ ഒറ്റയ്ക്കാണ്. ഇപ്പം ഞാൻ 1 മണിക്കൂർ രാവിലെ ജോലിയുണ്ട്, വൈകിട്ട് 1 മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. കാര്യം വെള്ളത്തിൻ്റെ ബന്ധുസ് എല്ലാം ടാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കല്ലേ. 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കുണ്ട്. മഴ ഒരുപാട് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഷെഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഷെഡിന് സൈഡിലോട്ട് 2 അടി തള്ളുണ്ട്. അത് ഇതിനകത്ത് തൂവാനൊന്നും അടിച്ചിട്ടില്ല. ഈർപ്പൊന്നും ഇതിനകത്ത് നിൽക്കത്തില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇതിനകത്ത് കുമ്മായം ബെതറോ അല്ലെങ്കിൽ കെർട്ടോൺ ചീച്ചെന്ന് പറയുന്ന മരുന്ന് ബെതറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരുത്തില്ല. കോഴികൾക്ക് വന്നിട്ട് ഈ മറ്റേ അണുശല്യങ്ങളും മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കും. നമ്മൾ കൂടുതൽ സൂക്ഷിക്കുന്നവരായിരിക്കും. എപ്പോഴും ഡ്രൈ ആയിരിക്കണം ഫാം. പിന്നെ ജോലി ഉള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും വലിയൊരു വരുമാനമാണ്. കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് എത്ര മുട്ടയാണ് ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദിവസം ഇവിടെ ലോഡ് കണക്കിന് ഒരു 10-50 ലോഡൊന്നുമല്ല മുട്ട നമുക്ക് തമിഴ്നാട്ടിൽ നമുക്ക് വരുന്നത്. ഇത് കുറച്ച് കൊടുക്കുമോ? 10 കോഴി 15 കോഴിയൊക്കെ ആയിട്ടും കൊടുക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ പിള്ളേരുള്ള വെളിരാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഉണ്ടാക്കുന്ന കാശെല്ലാം അന്യ സംസ്ഥാനങ്ങളിലോട്ട് പോകാം. മുട്ടയും പച്ചക്കറിയും കൊണ്ടെല്ലാം എടുക്കും. നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ വയ്യ? നമ്മുടെ ആൾക്കാർ ഒരു 50-60 വർഷം മുമ്പുള്ള ആൾക്കാരെല്ലാം ഈ നമ്മുടെ നാട്ടിലേത് കൊണ്ട് തന്നെ അന്നൊന്നും പച്ചക്കറി ഒന്നും പുറത്തുനിന്ന് വരത്തില്ലായിരുന്നു. മുട്ട നമ്മൾ വിൽക്കുമായിരുന്നു. ഇവിടെ അങ്ങോട്ട് പുറത്തോട്ട് പോകുമായിരുന്നു മുട്ട.
നാടൻ കോഴിയെ വളർത്തിയിട്ട് മുട്ട വാങ്ങിക്കുന്ന ആൾക്കാർ വരുമായിരുന്നു. ഇവിടുന്ന് മുട്ട പുറത്തോട്ട് പോകുമായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പം നമ്മളെല്ലാം വാങ്ങിച്ച് തിന്നുക. പൈസയ്ക്ക് ഒരു വിഷമമില്ല. എവിടെയെങ്കിലും കഷ്ടപ്പെട്ട് വെളിയിൽ നിന്ന് കഴിച്ച് വരുന്ന പൈസ കൊടുത്തിട്ട് എല്ലാം അങ്ങോട്ട് പോയി മേടിച്ചില്ല. അതും എന്തൊക്കെ ചേർത്ത് വരുന്ന അറിയത്തില്ല. ഒരു 10-15 ദിവസം ആയാലും 2 മാസമായാലും ആ വരുന്ന മുട്ടയ്ക്കൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആ മുട്ടയാണ് വാങ്ങിച്ചു നിൽക്കുക. വേറെ എന്തെങ്കിലും പശു, ആട്, കോഴി ആട് വല്ലോ? അത്യാവശ്യം ഒരു വെച്ചൊരു പശുക്കിടാവിനെ ഞാൻ വളർത്തുന്നുണ്ട്. പിന്നെ വാഴക്കൃഷിയൊക്കെ ഉണ്ട്. വാഴക്കൃഷി, ഏത്തവാഴ കൃഷി, പച്ചക്കറി കൃഷി. ഒരു വാഴയുണ്ട്, അതൊക്കെ വേറെ പറമ്പിലുള്ളു, വേറെ സ്ഥലത്തുള്ളൂ. ഇത് സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞാൽ കോടുകുളഞ്ഞി വെൺമണി പഞ്ചായത്തിൽ കോടുകുളഞ്ഞി എന്നാണ് സ്ഥലം. ഇത് കോഴിയെ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂർ ഇവിടെ വരണമെങ്കിൽ 7 കിലോമീറ്റർ ദൂരമുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് 7 കിലോമീറ്റർ, പിന്നെ മാവേലിക്കരയിൽ 10 കിലോമീറ്റർ, പന്തളത്തു നിന്ന് 7 കിലോമീറ്റർ. കോഴിയെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊച്ചേൻ്റെ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. അവർക്ക് വേണ്ടവർക്ക് ഇവിടെ വന്ന് കോഴി വേണേലും വേണ്ടാലും എനിക്ക് 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ട് കൂടാതെ ഇത് മാത്രമല്ല, പച്ചക്കറി കൃഷി മാത്രമല്ല ഓർക്കിഡ് കൃഷിയുണ്ട് കൊച്ചേട്ടന് അല്ലേ? ഓർക്കിഡ് വാങ്ങി വെറുതെ ഇരിക്കുന്ന 1 മണിക്കൂർ 2 മണിക്കൂറേ ഉള്ളൂ. കൃത്യ സമയത്ത് പകലൊക്കെ ഇപ്പോൾ കൂൺ കൃഷിയുണ്ടോ? ഇപ്പോൾ കൂൺ കൃഷി ചെയ്യുന്നില്ല, എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ഉള്ളൂ. ബാക്കി സമയത്തൊക്കെ ഇങ്ങനെ പകലെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഷുഗർ, പ്രഷർ, മറ്റു വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ കാലിന് വെടികൊണ്ട് സർവീസിന് പോകുന്ന ആളാണ്. അതെന്ന് പറയുമ്പോൾ അവാർഡൊക്കെ കിട്ടിയതല്ലേ? അവാർഡ് കിട്ടിയതാണ് ഗവൺമെൻറ്. പിന്നെ എനിക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ള പെൻഷൻ തരുന്നുണ്ട്. അത് കൂടാതെയാണ് ഈ കോഴിക്കൃഷി. കാര്യം ടീച്ചർ റിട്ടയർഡ്. അപ്പം വാർദ്ധക്യ സമയത്ത് നമ്മൾ ചുമ്മാതിരുന്ന് കുത്തിയിരുന്ന് പലയിടത്തും കൃഷിക്ക് നടക്കുന്ന നടക്കാതെ അതിനെൻ്റെ കാര്യം അത് ഇത് ചെയ്യാൻ തന്നെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്കും ആദായമാണ്. അതുപോലെ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് 10 കോഴി വാങ്ങിച്ച് വളർത്തിക്കൊണ്ടിരുന്നാൽ അതുകൊണ്ട് വീട്ടിൽ വരുമാനമില്ലാതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇത് ഒരു പ്രചോദനമാണ്. ഒരുപാട് 10 കോഴിയെ മേടിച്ച് വളർത്തി മുട്ട ഇടുന്ന കോഴിയാണ് 4 മാസം ആകുമ്പോൾ തന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കും നല്ലൊരു പ്രചോദനമാണ്. ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ മനോഹരൻ പിള്ള എന്നാണ് കൊച്ചൻ്റെ പേര്. നമ്പർ ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇവിടെ വന്ന് വാങ്ങേണ്ടവർക്ക് വാങ്ങാം. ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും കാണാനും നല്ലതാണ്. എല്ലാം കൊണ്ടും കൂടാതെ ഓർക്കിഡ് കൃഷിയിലോട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഓർക്കിഡ് കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ്. പച്ചക്കറി കൃഷി, വാഴക്കൃഷി, കൂൺ കൃഷി ചെയ്ത് അത് വിളവെടുത്ത് ഡെയിലി 5000 രൂപയോളം വരുമാനം ഉണ്ടാക്കിയ ഒരാളാണ്. ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. വൈഫിന് ഒരു വയ്യാതായിരിക്കുന്നത് കൊണ്ട്, സമയക്കുറവ് കാരണമാണ് കൊച്ചേട്ടൻ അത് നിർത്തിവെച്ചിരിക്കുന്നത്. വീണ്ടും അത് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ വിത്തുകളും കാര്യങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം വീട്ടിൽ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അത് പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. മറ്റുള്ള വീട്ടിൽ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ. കൂൺ കൃഷിയൊക്കെ ചെയ്യാനും ഇതിനെപ്പറ്റി പഠിക്കാനും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കോഴിയുടെ മറ്റു കാര്യങ്ങളും മരുന്നും മറ്റു കാര്യങ്ങളും എല്ലാം പഠിച്ച് കോഴി ഇറങ്ങിയ കാലം ഇത് വിദേശിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. വെങ്കടേശ്വരാചാരി ഇവിടുത്തേതായിട്ട് അതിൻ്റെ പേരൻസിനെ അവിടുന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10-15 വർഷമായിട്ടുള്ളൂ ഈ എണ്ണം കോഴികൾ നമ്മുടെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ട്. ആദ്യമേ തന്നെ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു ഒരു ആളാണ്. അന്ന് മുതൽ ചെയ്യുന്നതാണ് വെങ്കടേശ്വരാചാര്യയുമായിട്ട് ബന്ധപ്പെട്ട്. ആ സമയത്തൊക്കെ കേരളത്തിൽ 2-3 പേർക്ക് ഈ എണ്ണം കോഴികൾ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ടാക്സൊക്കെ ഉള്ള സമയം എല്ലാവർക്കും ഒന്നും എടുത്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ടാക്സൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഈ കോവിഡിന് ശേഷമൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നു. ഇത് ചെറുപ്പക്കാരൊക്കെ ഒരു നല്ല ഭാഗം ഇതിനകത്തേക്ക് വന്നു. പഞ്ചായത്തിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങളും കൊച്ചേട്ടന് കിട്ടാറുണ്ടോ? അങ്ങനെ ഇതിനകത്ത് പ്രത്യേകിച്ച് ആനുകൂല്യമില്ല. പിന്നെ നമുക്ക് മൃഗാശുപത്രി മുഖാന്തരം ഡോക്ടറുടെ നിർദ്ദേശത്തിൽ വേണമെങ്കിൽ വിതരണം ചെയ്യാൻ സാധിക്കും. പരസ്യം കൊടുത്ത് കോഴി തന്നെ 2-3-4 എണ്ണം കോഴിയുണ്ട്. അത് എല്ലാവരും വിചാരിക്കുന്ന കോഴി എന്ന് പറയുമ്പം സാധാരണക്കാർക്കൊന്നും അറിയത്തില്ല. കോഴി തന്നെ 2-3-4 എണ്ണം കോഴികളുണ്ട്. ഒന്ന് നമ്മുടെ ആച്ചരി, ഗവൺമെൻറ് ആച്ചരികളിലൊക്കെ വളർത്തുന്നത് മറന്നുപോയില്ല. ആച്ചരികളൊക്കെ വളർത്തുന്ന കോഴി ഒരു 150 മുട്ടയാണ് ഒരു വർഷം ഇടുന്നത്. ഞാൻ ഓർക്കുമ്പോൾ പറയാം. 150 മുട്ടയാണ് ഒരു വർഷത്തിലിടുന്നത്. പിന്നെ നാടൻ കോഴിയുണ്ട്. അതുപോലെ തന്നെ 10 കോഴിയുണ്ടെങ്കിൽ 5 മുട്ടയിടും. പിന്നെ അത് കയറി അടയിരിക്കും. അത് അതിൻ്റെ തീറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രയോജനമില്ല. പിന്നെ അതൊക്കെയെന്ന് പറയുമ്പോൾ പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടൊക്കെ. അത് പിന്നെ അടുക്കള മുറ്റത്ത് വളർത്തുന്ന രീതിയിൽ അത് അഴിച്ചുവിട്ടൊക്കെ വളർത്തുക. കൈത്തീറ്റയൊന്നും കൊടുക്കുന്നില്ല.
അല്ലാതെ വളർത്തി 5 മുട്ട കിട്ടിയാൽ 2 മുട്ട കിട്ടിയാൽ നമ്മുടെ വീട്ടിലെ ആവശ്യം നടക്കത്തക്ക രീതിയിൽ അങ്ങനെയുള്ള കോഴികളുമുണ്ട്. പക്ഷേ ഇത് കൂടുതൽ മുട്ടയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത് കൊടുക്കുന്ന തീറ്റി ഏകദേശം നമുക്കൊരു 8 രൂപ 9 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ 4 രൂപയുള്ള ഒരു കോഴിക്ക് ഒരു ദിവസം വലിയ കോഴിക്ക് ചിലവുണ്ട് അതിൻ്റെ ഫുഡിന് വേണ്ടി. പിന്നെ നമുക്ക് എങ്ങനെ 3 രൂപ 4 രൂപ നമുക്ക് ഒരു കോഴിയിൽ നിന്ന് ദിവസം നമുക്ക് മിച്ചം കിട്ടും എങ്ങനെ വളർത്തിയാലും. പിന്നെ തീറ്റിലായിരിക്കും ഞാൻ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പച്ചക്കറിയുടെ വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ്, പിന്നെ പോച്ച, കാഴപ്പിണ്ടി, ഓമയുടെ ഇല, കോവലിൻ്റെ ഇല, ക്യാബേജിൻ്റെ വേസ്റ്റ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ചുറ്റിലായിരിക്കും നല്ല മുട്ടയിനായിരിക്കും. ഇത്രയും നല്ലൊരു വിവരണം തന്ന കൊച്ചേട്ടന് നന്ദിയുണ്ട്. ഇതിൻ്റെ അകത്ത് കൊച്ചേട്ടൻ്റെ നമ്പർ മനോഹരൻ പിള്ളയെന്നാണ്. നമ്പർ ആഡ് ചെയ്തേക്കാം. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ കോഴിയെ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. കാര്യങ്ങൾ വഴി പറഞ്ഞു തരും. വേണ്ടവർ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക. അപ്പോൾ കൊച്ചേട്ടാ ഞാൻ നിർത്തട്ടെ. ആയിക്കോട്ടെ, ഞാൻ മരുന്നിനോടൊന്ന് കാണിച്ചു തരാം. വാക്സിനൊക്കെ അതിൻ്റെ എങ്ങനെയാണെന്ന്